ഞാൻ തീർത്തു പറയുന്നു, സമദിയത്ത് എന്ന ഒന്ന് നിർവചനത്തിൽ ലോകത്ത് ഒരാളും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളാ പറഞ്ഞത് നിങ്ങളുടെ വകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിർവചനത്തിൽ എവിടെയെങ്കിലും, ലോകത്ത് നിർവചനം പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ശിർക്കിന് നിർവചനം പറഞ്ഞിടത്ത് സമദിയത്തുമായി ബന്ധപ്പെടുത്തി ശിർക്കിനെ വിശദീകരിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ, ഒരാള് സമദിയത്തുമായി ബന്ധപ്പെടുത്തി സമദിയത്ത് കൽപ്പിച്ചെങ്കിലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. മൗലവി, ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചാൽ ഞാൻ ചോദ്യം കർത്താവ് മതി, എനിക്കിത് മനസ്സിലായി, നെക്സ്റ്റ് ചോദിക്കട്ടെ എന്ന് കൂടെ വെറുതെ എത്രയോ ആൾക്ക് ചോദിക്കാനാണ്. മുഖാമുഖം എന്ന പേരിട്ട് മണിക്കൂർ 2-3 മണിക്കൂർ പ്രസംഗിച്ച് കേവലം 10 മിനിറ്റ് ചോദിക്കാനുള്ള അവസരമാണെങ്കിൽ അത് മുഖാമുഖമല്ല. അതുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് വേണ്ടതെന്നാ മതി. നിങ്ങളെ ഓക്കെ, അവരൊക്കെ മുജാഹിദുകളാ, കേട്ട് പഠിച്ചവരാ, അവര് മുമ്പ് നിങ്ങളത് കേട്ടവരാ. അതായത് നിങ്ങൾ ഒരുപാട് മാല മൗലൂദൊന്നും പാടണ്ട. ഞാൻ ശിർക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചതിന് നിർവചനം പറയാൻ കുറെ നിങ്ങൾ ആദ്യം ആമുഖം പറഞ്ഞു. ഓക്കെ, നിർവചനം നിങ്ങൾ പറഞ്ഞു. അവിടെ ഖവാസിഹ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്വമദിയത്തുടേതാണ് റബ്ബിന്റെ എല്ലാ സിഫത്തും. അതിൽ തർക്കമുണ്ടോ? ഇല്ല. റബ്ബിന്റെ എല്ലാ സിഫത്തും സ്വമദിയത്തുടേതാണ്. പക്ഷേ ഖുർആൻ എടുത്തു നോക്കിയാൽ റഊഫുർ റഹീം എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യ് എന്ന് അള്ളാഹിനെ കുറിച്ചും ജനങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം അക്മാൽ അബ്റസ, അവിടുന്ന് വെള്ളപ്പാണ്ട് രോഗം ശിഫയാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗം ശിഫയാക്കുന്നത് റബ്ബാണെന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരിടത്ത് ഈസാ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സമീഉം ബസീറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച് സമീഉം ബസീറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്. അതുപോലെ റബ്ബാണ് എന്നൊരിടത്ത്, മലായിക്കത്താണെന്ന് മറ്റൊരിടത്ത്, ഇങ്ങനെ പല തരത്തിലും കാണാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് അള്ളാഹിന്റെത്, ഞാനതാ പറഞ്ഞത്, റബ്ബിന്റെത് സ്വമദിയത്തുടേതാണ്. റബ്ബ് മെരിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ മെരിപ്പിക്കാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. റബ്ബ് ശിഫയാക്കുന്നു, യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ശിഫയാക്കാൻ കഴിവുള്ളവൻ, സ്വന്തമായി കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. പക്ഷേ ഈസാ നബി ശിഫയാക്കിയതോ, ഈസാ നബി ശിഫയാക്കിയത് അള്ളാഹു കൊടുത്ത കഴിവാണ്, സ്വമദിയത്തല്ല. അത് കാരണക്കാരാണ്. കാരണക്കാർ എന്ന നിലക്ക് മുഅ്ജിസത്ത് അവർക്ക് കൊടുത്തു എന്ന നിലക്ക് അതുകൊണ്ട് അവർ എന്താക്കുന്നു? ശിഫയാക്കുന്നു. അത് സ്വമദിയത്തല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് എനിക്കിപ്പോ നിങ്ങൾ മറുപടി പറയേണ്ടത് ഒരു വാക്കിൽ. എന്ത്? ഈ ഖുർആനിൽ അള്ളാഹ്ക്ക് ഉപയോഗിച്ച സിഫത്ത് അത് മറ്റുള്ളവർക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ പ്രായോഗികമായി ബാഹ്യമായി കാണും വിധത്തിൽ അള്ളാഹയാണ്, അള്ളാഹ് ശിഫയാക്കുന്നു, ഈസാ നബി ശിഫയാക്കുന്നു, അതുപോലെ അള്ളാഹ് മെരിപ്പിക്കുന്നു, മലക്ക് മെരിപ്പിക്കുന്നു, ഇങ്ങനെ സിഫത്തുകൾ ഇങ്ങോട്ടും കാണുന്നുണ്ട് ബാഹ്യമായി. അപ്പൊ ഇത് തമ്മിലുള്ള ഫർക്ക് എന്താണ്? ഞാൻ പറഞ്ഞു സമദിയത്ത് അത് അള്ളാഹ് കൊടുത്തത്, എന്നാൽ അതല്ല. നിങ്ങൾ പറഞ്ഞു സമദിയത്ത് അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനാണ്. എന്നാൽ നിങ്ങൾ പറയും തമ്മിലുള്ള അന്തരം ഒരു വാക്കിൽ പറഞ്ഞാൽ നെക്സ്റ്റ് ചോദ്യം. 100% വ്യത്യാസമുണ്ട് എല്ലാത്തിനും. അള്ളാഹിനെ പറ്റി എന്തെല്ലാം ഉണ്ടോ അതൊന്നും സൃഷ്ടികൾക്കില്ല. സ്വമദിയത്തുമില്ല, അല്ലാത്തതുമില്ല. റഹ്മാനായ റബ്ബിനെ എന്തെല്ലാം ഉണ്ടോ അതിൽ ഖവാസ് അത് ഒന്നുമില്ല. നിങ്ങൾ 5 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 6 മിനിറ്റ് ഉത്തരം പറഞ്ഞുകൂടെ? 5 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 6 മിനിറ്റ് ഉത്തരം പറയാനോ? നിങ്ങളാണ് ഇപ്പൊ സമയം കളഞ്ഞത്. നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാനും പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളാ സമയം കളഞ്ഞത്. അപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ അത് അസുഖം പറയണം. അതേസമയം കൃത്യമായിരുന്ന് ശാന്തമായി കേൾക്കുക, അത് പഠിക്കുക. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കലോ, ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കുക അല്ല ഉദ്ദേശം. ഈ കൂടെ എല്ലാ മനുഷ്യന്മാരും കേൾക്കാൻ വന്നല്ല. അതുകൊണ്ട് എല്ലാവർക്കും പഠനം. അതാ ഞാൻ പറഞ്ഞത്, റഹ്മാനായ റബ്ബിനെ പറ്റി സമീഉ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം അടങ്ങിയോ അതിൽ ഒരു അംശം പോലും സൃഷ്ടിയെ പറ്റി സമീഉ എന്ന് പറയുമ്പോൾ ഇല്ല. അല്ലാതെ സ്വമദിയത്താണ് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം ഉണ്ട് എന്നല്ല. 5 മിനിറ്റ് ചോദിച്ചില്ലേ? നിങ്ങൾ 5 മിനിറ്റ് ചോദിച്ചില്ലേ? ഒരു 5.5 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ, 5 മിനിറ്റ് ചോദ്യത്തിന് 5.5 മിനിറ്റ് ഉത്തരം പറയട്ടെ. അത് ശരി. നിങ്ങൾക്ക് 10 മിനിറ്റ് ചോദിക്കാം, ഞാൻ 1 മിനിറ്റ് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. അത് ശരിയല്ലല്ലോ. അത് കിസ് മത്സരമാണ്. അത് കിസ് മത്സരം. നിങ്ങൾ കേട്ട് ആലോചിക്കും. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഉൾക്കൊള്ളും വേണ്ട. പക്ഷെ ഈ മനുഷ്യന്മാർ കേൾക്കാൻ വന്നോല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ പറ്റി എന്ത് വിശേഷണം പറഞ്ഞാലും
അത് ഒരർത്ഥത്തിലും സൃഷ്ടിക്കില്ല. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാളും അല്ലാഹുവിന് തുല്യനായി ഇല്ല. അത് സമദിയത്തിൽ മാത്രമല്ല, സമദിയത്ത് അല്ലാഹ്ക്ക് മാത്രം, ബാക്കി എല്ലാവർക്കും അതാണ് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കഴിവുണ്ട് എന്നാണോ? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടുമില്ല. ലോകം ശിഫാക്കാളെ കഴിവ് ഈസാ നബി കൊടുത്തിട്ടില്ല. അത് കൊടുത്ത കഴിവൊന്നുമില്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയില്ല. ഈസാ നബിക്ക് ലോകം ശിഫാക്കാളെ കഴിവ് കൊടുത്തിട്ടില്ല, ലോകത്ത് ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്താ കാരണം? രോഗിയായാൽ പടച്ച റബ്ബാ ശിഫയാക്കുന്നത്. രോഗിയെ ചെന്ന് കണ്ട പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ ശിഫാ ഇല്ലാ ശിഫാഉക. റബ്ബേ, നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല, നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല. അല്ലാതെ പഠിച്ചോനെ, നീ ഈസാ നബിക്കും ശിഫ വെക്കാൻ കഴിവുകൊടുത്തിട്ടുണ്ടല്ലോ, മുഹമ്മദ് നബിക്കും കഴിവുകൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇനി സ്വമദീയത്താണ് വ്യത്യാസമെങ്കിൽ, സ്വമദീയത്ത് മാത്രമാണ് വ്യത്യാസമെങ്കിൽ, പങ്കളവാദം അതാണല്ലോ. അള്ളാഹിന്റെ സ്വമതാണ്, ബാക്കിയുള്ളത് സ്വമതല്ല. അഥവാ അള്ളാഹുവിന് സ്വയം ഉണ്ടായതാണ്, മറ്റുള്ളവരുടെ അള്ളാഹ് കൊടുത്തതാണ് എന്ന വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ ലോകത്ത് ഇന്ന് ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മളെ ഹൈന്ദവ സഹോദരന്മാർ ശബരിമലയ്ക്ക് പോകും. നിങ്ങൾ വിളിച്ചത് ചോദിച്ചൊക്കെ എന്താ സുഹൃത്തെ പോണത്, ആരാ അവിടെ ഉള്ളത് ചോദിച്ചാൽ അവര് പറയോ അവിടെ ഇങ്ങനെ ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ച എല്ലാ കഴിവും സ്വന്തമായിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയോ, അതോ ഒരു അവതാരമുണ്ട് എന്നാ പറയാ? അവതാരമുണ്ട്, അതാണ് വ്യത്യാസം. എന്നാ പിന്നെ നിങ്ങൾ വരി, നമ്മളെ പ്രസിഡന്റ് നിങ്ങളായിക്കോളി എന്ന് പറയേണ്ടി വരും. മക്കത്തെ അബൂജഹൽ എന്താ തവാഫ് നമ്മൾ പറഞ്ഞത്? മക്കത്തെ അബൂജഹല് കഅബയെ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, നിന്റെ പങ്കുകാരൻ അവന് യാതൊരു കഴിവുമില്ല. തംലികുഹു വമാ മലക, അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്. ആ പങ്കാളിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നിന്റെ ഉടമാവകാശത്തിലാണ്, സ്വന്തമായി ഒന്നുമില്ല. വമാ മലക, അവൻ യാതൊന്നും ഉടമയാക്കുന്നില്ല എന്ന് അബൂജഹല് കഅബ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ അങ്ങനെ ലോകത്ത് ഈ നിർവചനം വെച്ചാൽ പിന്നെ ലോകത്ത് അബൂജഹലും ഒന്നാം നമ്പർ മുസ്ലിമാന്ന് പറയേണ്ടി വരും. ലോകത്തും അങ്ങനത്തെ മുസ്ലിം കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തമായി കഴിവുള്ള മറ്റൊരു പങ്കാളിയെ സ്ഥാപിച്ച ഒരാളുമില്ല. തഫ്സീർ റാസിയിൽ അല്ലാമ റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, കേൾക്കണം നിങ്ങൾ, വഅലം വണങ്ങിച്ചോളി, വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വൽ വുജൂദി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. തഫ്സീർ റാസി എന്താ പറഞ്ഞത്? വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്ത് ഒരാളും തന്നെ ഇല്ല, യുസ്ബിതു ലില്ലാഹി ശരീക, അല്ലാഹുവിന് പങ്കുകാരൻ സ്ഥാപിക്കുന്ന. ഏതു പങ്കുകാരൻ? യുസാവിഹി, റബ്ബിനോട് തുല്യമാകുന്ന, ഫിൽ ഇൽമി, അറിവിന്റെ കാര്യത്തിൽ, വൽ ഹിക്മതി, തത്വജ്ഞാനങ്ങളുടെ കാര്യത്തിൽ, വൽ ഖുദ്റതി, കഴിവിന്റെ കാര്യത്തിൽ, വൽ വുജൂദി, അസ്തിത്വത്തിന്റെ കാര്യത്തിൽ. അസ്തിത്വത്തിന്റെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലും കഴിവിന്റെ കാര്യത്തിലും റബ്ബിനെ പോലെ കഴിവുള്ള, റബ്ബിനെ പോലെ അറിവുള്ള, റബ്ബിനെ പോലെ അസ്തിത്വമുള്ള ഒരു പങ്കുകാരൻ ഉണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിക്കുന്നില്ല. വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ, അത് ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. 7-ാം നൂറ്റാണ്ടിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നു, ഇന്നേ വരെ അത് ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഇന്നേ വരെ ശിർക്ക് ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ലല്ലോ. അപ്പൊ അള്ളാഹിനെ പോലെ കഴിവുണ്ട്, സ്വയം കഴിവുണ്ട്, സ്വയം അറിവുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല, ഇന്നും അതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. മൗലവി, അതായത് നേരത്തെ വ്യത്യാസം ചോദിച്ചപ്പോ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു, ഈസാ നബി രോഗം ശിഫയാക്കിന്ന് ഖുർആനിലില്ലേ? അങ്ങനെ ഒരു വാക്കേ ഇല്ല. എന്നാൽ വാക്കുമാൽ അബ്റസ, അതിന്റെ അർത്ഥം എന്താണ്? എന്താ പറഞ്ഞോളി. അല്ല, നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞ അർത്ഥം ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറയുന്നു ശിഫയാക്കി, വെള്ളപ്പാണ്ട് ശിഫയാക്കാൻ, ഇങ്ങനെ ഒരുപാട് കഴിവ് ഈസാ നബിക്കുണ്ടായി എന്നാ ഖുർആൻ പറയുന്നത്. അങ്ങനെ അർത്ഥം വെച്ചോളി. കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതാ വ്യത്യാസം. കഴിവല്ല, ശിഫയാക്കി. അത് പറഞ്ഞു. ശിഫയാക്കില്ലേ? അതാണ് ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ. ശിഫയാക്കുന്നത് ആരാ?
അതിപ്പോ നമ്മുടെ നാട്ടിൽ ശിഫയാക്കുന്നത് ആരാ? അല്ലാഹു തആല. അല്ലാഹു. ഇവിടെ ഈ ഈസാ നബി ശിഫയാക്കി എന്ന് നിങ്ങൾ പറഞ്ഞു. വ്യത്യാസം ബാക്കി പറയും. അല്ല, വ്യത്യാസം അതെ, ഞങ്ങളും പറയുന്നത് തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ചെറിയ പിന്നെ ഇൻതദൂഹും ഇങ്ങനെ മുജാഹിദ് നേതാക്കളെ അനുയായികളെ പഠിപ്പിച്ച ഒരു 25-30 ആയത്തുകൾ. ഒമൻ അദല്ലു ഇൻതദൂഹും. ഞാൻ ചോദിക്കുന്നു, അല്ല ഞാൻ ചോദിക്കുന്നു, ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും. അവിടെ ഒന്ന് അർത്ഥം വെക്കണം. എന്താണ് ഇൻതദൂഹും എന്ന് വെച്ചോളൂ. അപ്പൊ ഞാൻ മറ്റേ പറയണ്ടേ? ഈ സലബിന് പറയണ്ടേ? പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ 5 ചോദ്യം ചോദിക്കാം, ഒറ്റ വാക്ക് പറയുമ്പോൾ അത് കഴിയില്ല. യഥാർത്ഥത്തില് ശിഫയാക്കാനുള്ള കഴിവ് റബ്ബിനേ ഉള്ളൂ. അത് ഈസാ നബിക്കും കൊടുത്തിട്ടില്ല, ലോകത്ത് ഒരൊറ്റ നബിക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എന്ത് പറഞ്ഞത്? വഉബരിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞത്. അത് കൊടുത്ത കഴിവ് എന്നല്ല. ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവ് എന്നല്ല. അവിടെയാണ് നിങ്ങൾ പഴിച്ചത്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. ആ നിലക്ക് ഏത് മുഴുജത്തുണ്ടോ അതൊന്നും കൊടുത്ത കഴിവേ അല്ല. കൊടുത്ത കഴിവേ അല്ല. അങ്ങനെ മുഴുജത്ത് എന്നുള്ളത് അങ്ങനെ കൊടുത്തൊരു കഴിവും അല്ല. നേരെ മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരിലൂടെ അല്ലാഹു വെളിപ്പെടുത്തുന്നു. അതേ ഉള്ളൂ മുഴുജത്തും കറാമത്തും. അവിടെ കഴിവല്ല. ഇഷ്ടം പോലെ എല്ലാ സമയത്തും ആവശ്യം നമ്മളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവായിട്ട് അല്ലാഹു കൊടുത്തിട്ടേ ഇല്ല. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. ഒന്ന് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചു, അങ്ങനെ കഴിവല്ല. മുഴുജത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചവരാരും മുഴുജത്തിനെ കഴിവായി പരിചയപ്പെടുത്തിയിട്ടുമില്ല. അമ്പിയാക്കളും പറഞ്ഞിട്ടില്ല, ശേഷക്കാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. അപ്പൊ ശിഫ നൽകുന്നതിന് പഠിച്ച റബ്ബേയുള്ളൂ. ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താണോ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യും. രോഗിയെ തടവാം അല്ലാഹു കൽപ്പിച്ചു, അപ്പൊ തടവി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നില്ല എന്ന് പറയാൻ കാരണം അല്ലാഹു തന്ന കഴിവുണ്ട് എന്നല്ല, അല്ലാഹു തന്ന കഴിവ് കൊണ്ട് എന്നല്ല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അതാണ് അല്ലാഹു തന്ന കഴിവ് കൊണ്ട് എന്നതിനർത്ഥമില്ല. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഞാനിതാ സുഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തിനെ ഇതിനില്ല പറഞ്ഞത്? അത് തഫ്സീറിൽ വിശദമായി പഠിപ്പിച്ചു. റഹ്മാനായ റബ്ബിനോട് ഈസാ നബിയെ തുല്യപ്പെടുത്തി മനസ്സിലാക്കാതിരിക്കാനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ മൂപ്പര ആവശ്യം എന്താ? ഇന്തദുഉഹും അർത്ഥം വെക്കണം എന്നാണ്. അങ്ങനെ ചോദിച്ചാണ് അതിന് ഉത്തരം വേണ്ടേ? ഇതിനുത്തരം വേണ്ടേ? നിങ്ങൾ ചോദിച്ചോളി. ഇന്തദുഉഹും എന്ന ആയത്തിന് അർത്ഥം വെക്കണം എന്നാ ഞാൻ നേരത്തെ വെച്ചു. നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ചില്ല. നേരത്തെ അർത്ഥം പറഞ്ഞു, അപ്പൊ നിങ്ങൾ വേറെ പണിയിലായിരുന്നു. ഏതായാലും പറഞ്ഞ സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്താണ്. യുലിജുൽ ലൈല ഫിന്നഹാർ വയുലിജുൻ നഹാറ ഫില്ലൈൽ വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇതാണ് ആയത്ത് പൂർണ്ണമായി. സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ. അഥവാ യുലിജുൽ ലൈല ഫിന്നഹാർ, അല്ലാഹു തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയുലിജുൻ നഹാറ ഫില്ലൈൽ. ശ്രദ്ധിക്കണില്ല, അർത്ഥം വെക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കണില്ല. കേൾക്കി. യുലിജുൽ ലൈല ഫിന്നഹാർ, രാത്രിയെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷൻ കുടിക്കാതെ അത് കഴിഞ്ഞിട്ട് പറയാം. അത് പറ്റില്ല. നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അടുത്തത് ചോദിച്ചോട്ടെ, എങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കരുത്? അല്ലല്ല, ആയത്ത് ഫുള്ള് വന്നു. അതിന്റെ വാക്യത് തുടക്കം മുതലാ. എന്താ യുരുജയില് വേണ്ട എന്തൊരു പ്രയാസങ്ങൾക്ക്? അത് വിഷയം തന്നെയാണ്. ആയത്ത് പകുതി മതി എന്നാൽ അത് സംഗതി പ്രശ്നമാണ്. യുലിജുൽ ലൈല ഫിന്നഹാർ, അല്ലാഹു തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയുലിജുൻ നഹാറ ഫില്ലൈൽ, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ, എല്ലാം നിശ്ചിതമായ അവധി വരെ സഞ്ചരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങൾ റബ്ബായ അല്ലാഹ്. കണ്ട, സമദിയത്തല്ല അവിടെ പറഞ്ഞത്. അതങ്ങൾ വേണ്ട കാര്യം. സമദിയത്തല്ല പറഞ്ഞത്. അല്ലാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം നിശ്ചിത സമയം വരെ സഞ്ചരിക്കുന്നു. അവനാണ് നിങ്ങൾ റബ്ബായ അല്ലാഹ്. ലഹുൽ മുൽക്കു, അവനാണ് അധികാരം.
അവനാണ് അധികാരം. എന്നിട്ടാണ് പറഞ്ഞത് വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ ആരോടെല്ലാം ദുആ ചെയ്താലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ മീതയുള്ള പാട പോലും ഉടമയാക്കുന്നില്ല. കണ്ടങ്ങള് സ്വമതിയത്തല്ല. അള്ളാഹു രാവിലെ പകലിൽ പ്രവേശിപ്പിച്ചു, പകലിന് രാവിലെ പ്രവേശിപ്പിച്ചു, സൂര്യചന്ദ്രനെ അധീനപ്പെടുത്തി എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ഉടമ അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരോട് തേടിയാലും കാരക്കക്കുരുവിന്റെ മീതെ കാണുന്ന വെളുത്ത ഒരു പാട പോലും അവർ ഉടമയാക്കുന്നില്ല. കണ്ട, 1% പോലും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. സമറിയത്ത് മാത്രമല്ല വ്യത്യാസം. എന്നിട്ടാണ് പറഞ്ഞത് ഇന്തദഊഹും, അതുകൊണ്ട് നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, തേടിയാൽ, സഹായം അർത്ഥിച്ചാൽ, ഇസ്തിഗാസ ചെയ്താൽ, ഇന്തദഊഹും, നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ, നിങ്ങൾ ഇസ്തിഗാസ ആരോട് വല്ലദീന തദഊന മിൻ ദൂനിഹി, പഠിച്ചോ തന്നെ പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ ആരോട് തേടുന്നുവോ, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ, വ്യക്തമാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരോട് തേടുന്നുവോ അവരാരും മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ, ആരോടുന്നോ? വല്ലദീന, ആര്? നിങ്ങളും ഞാനൊക്കെ. ആര് തേടിയാലും അത് ശരി. മക്കത്തെ മുസ്ലിക്ക് തേടിയ ശിർക്ക്, നമ്മൾ തേടിയ ശിർക്കല്ലാന്നോ? നിങ്ങൾ തേടിയാലും ഞാൻ തേടിയാലും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ശിർക്ക് എന്നത് സുന്നി മുജാഹിദ് പ്രശ്നമല്ലാത്തത്. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ, അവർ തേടിയാൽ എന്നല്ല, നിങ്ങൾ തേടിയാൽ. ഈ ആയത്തുകൾ ഇമാമുക്കും ഓതുമ്പോ നിങ്ങൾക്കും മഅ്മൂമിനും ബാധക, ഞാൻ ഓതുമ്പോ ഈ എല്ലാവർക്കും ബാധക. അല്ലാഹ് പറ ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ. എന്താ തേടിയാൽ? ലാ യസ്മഉ ദുആഅകും, നിങ്ങളെ ദുആ അവർ കേൾക്കുകയില്ല. മദീനോ ആയത്ത് പുലർത്താൻ വെക്കണ്ടേ? നിങ്ങൾ തേടിയാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളെ ദുആ അവർ കേൾക്കുകയില്ല. അത് ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങളൊക്കെ പഠിപ്പിച്ചെന്താ? വല്ലാ നീരത്തീനുമെന്നെ വീളിപ്പോർക്ക് ബായ് പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യും. അല്ലാഹ് പറയാ ഉത്തരം ചെയ്യൂല. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന. കുത്തുബിയത്തിലോ വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുർമൻ ലിഗഫതിഹി അജബ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒക്കെ കേൾക്കാൻ പുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ടാവുള്ളൂ, വേറെ എവിടുന്നും കേൾക്കൂല. മുജാഹിദുകളെ ഓരോ വായതും കേൾക്കാൻ വരൂല. അപ്പൊ ആയത്തിന്റെ നേരെ വിരുദ്ധമാണത്. അതെ, ആയത്തിന് അർത്ഥത്തിന് നേരെ വിരുദ്ധമായതാണത്. അതാണോ ഒന്ന് പറയുമ്പോ ഓപ്പോസിറ്റ് പറയണ്ടേ? അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഉമർ ഖത്താബ് പറഞ്ഞില്ലേ, ജാഹിലിയത്ത് അറിഞ്ഞാലേ ഇസ്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. അതായത് 1000 പ്രാവശ്യം വിളിച്ചാൽ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യും. അവിടെ എന്താ പറഞ്ഞത്? മിൻ അജ്ലി ദഅവതിഹി, മിൻ അജ്ലി ദഅവതിഹി, ആ ദഅവത്ത്, ആ ദുആ കാരണമായി ഫൽയദ്ഉ, അവൻ ദുആ ചെയ്യട്ടെ, യാ മുഹിയദ്ദീനി, മുഹിയദ്ദീൻ ദുആ ചെയ്യട്ടെ. അല്ലാഹ് പറയാ ഇൻ തദഊഹും, ദുആ ചെയ്താ കേൾക്കൂല. ഇവിടെ പറയാ ദുആ ചെയ്തോളി, കേൾക്കും, ഉത്തരം ചെയ്യും. എന്നിട്ടോ അല്ലാഹ് പറഞ്ഞ എന്താ? ശേഷം അല്ലാഹു തആല പറഞ്ഞു, കേട്ടോളി, വലൗ സമിഉ മസ്തജാബു ലക്കും, വലൗ സമിഉ, കേട്ടുവെന്ന് വെച്ചാൽ തന്നെ, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ. തഫ്സീർ ബൈദാവി കാണാം, ഐ ഫർളൻ, അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല, കേൾക്കുകയില്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമ, അന്ത്യനാളിൽ, യക്ഫുറൂന, അവർ നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബിനെ പോലെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. അല്ലാഹു തആല പറഞ്ഞു തരുന്ന പോലെ ഒരാളും പറഞ്ഞു തരൂല എന്ന് കൂടി പടച്ച റബ്ബ് വീണ്ടും പറയുന്നു. ശരി, നിങ്ങൾ പറഞ്ഞു. ശരിയായ ഉത്തരം പറയാതെ ഇല്ല, ഒരിക്കലും വിടാൻ പാടില്ല. അതായത് എന്തോഹന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി
ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അത് കഴിവല്ല, പിന്നെന്താണ്, അത് ഉദ്ദേശമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സംസാരിക്കുകയാണ് മൈക്കയിൽ, അത് നിങ്ങളെ കഴിവാണോ? കഴിവാണ്. നിങ്ങൾ പറഞ്ഞു അല്ലാഹ് ഒരാൾക്കൊരു കഴിവ് കൊടുത്തിട്ടില്ല എന്നല്ലേ? അല്ല, അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം രോഗം ശിഫയാക്കി എന്ന് പച്ചയായി നസ്സാൻ ഖുർആൻ. അപ്പൊ അത് കഴിവാ? ഈസാ നബിന്റെ കഴിവാ? അല്ലാന്ന്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ കഴിവാണ്. ഈസാ നബി ശിഫയാക്കിയത് ഈസാ നബിന്റെ കഴിവല്ല. ഇത് എന്തോ ഒരു അർത്ഥമില്ലാത്ത ചോദ്യം. അവിടെയാണ് ഇത്. അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറയുന്നു ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി. നിങ്ങൾ മൈക്കയിൽ സംസാരിക്കുന്നു, ഞാൻ നടക്കുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നു, കൈ ഇങ്ങനെയാക്കുന്നു, ഇതൊക്കെ എന്റെ കഴിവാ. പക്ഷേ എന്റെ സ്വന്തം കഴിവല്ല. റബ്ബ് വിചാരിക്കണം ഇതിനിങ്ങനെ ചെയ്യാൻ. റബ്ബ് വിചാരിച്ചാലേ കഴിയൂ. അപ്പൊ അല്ലാഹു തആല കഴിവ് കൊടുത്തു. പക്ഷെ കൊടുത്തിട്ടില്ല എന്ന് വാദമുണ്ടോ? മഹാന്മാർക്ക് കഴിവ് കൊടുത്തു എന്നതിന് ഞാൻ തെളിവ് പറയാ, കേട്ടോളി. അവിടുന്ന് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. ഒരാള് വലിയായി കഴിഞ്ഞാൽ, ഔലിയായാൽ അവന്റെ കൈയും കണ്ണും കാലും ഞാനാകുമെന്ന് ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞു, എന്താണ് ഈ കണ്ണും കൈയും കാലും കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഔലിയാക്കൾക്ക് അസാധാരണ ശക്തി കൊടുത്തു, അസാധാരണ കഴിവ് കൊടുത്തു. അപ്പൊ നിങ്ങളെ വാദം സ്ഥിരപ്പെടുത്താൻ അത് കഴിവല്ല, അത് അല്ലാഹു തആല അനുവദിച്ചത്. എന്തൊക്കെ പറഞ്ഞു, പക്ഷെ അത് കഴിവാണ് എന്നതിന് ഏതൊരാൾക്ക് പോലും ബോധ്യപ്പെടും. കാരണം എന്താ? കഴിവ് എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് കഴിവുണ്ട്, എന്തൊക്കെ അത്ഭുത കഴിവുകളുണ്ട്. പക്ഷേ എല്ലാം കൊടുത്തത് റബ്ബാണ്. നിങ്ങൾ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ചെയ്യുന്നതൊക്കെ എന്താ? അത് അല്ലാഹ് കൊടുത്ത കഴിവല്ലേ? ആണ്, കഴിവാണ്, പക്ഷെ അല്ലാഹ് കൊടുത്തതാണ്. പിന്നെ നിങ്ങൾ തൽബിയത്ത് പറഞ്ഞു. തൽബിയത്തെ കുറിച്ച് പറയാനുള്ളത് അതിന്റെ അവസാനം പറഞ്ഞല്ലോ, ഇല്ലാ ശരീക്കൻ ഹുവ, ഒരു പങ്കുക, ഒരു മിൽക്ക് അല്ലാതെ. അപ്പോ മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം നിങ്ങൾ പറയണ്ട. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം ക്ലിയറാണ്. എല്ലാം അല്ലാഹ് അല്ലാത്ത ദൈവമുണ്ട്, ഒരു മിൽക്കിയത്തുടയവൻ ഉണ്ട് എന്ന വിശ്വാസം. ഒരു മുഹിയദ്ദീൻ ശേഖനെ കുറിച്ചോ ഒരു മഹാനെ കുറിച്ചോ ഇവനിക്ക് മിൽക്കിയത്തുണ്ട്, ഉടമാവകാശമുണ്ട് എന്നാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് വിശ്വസിക്കുന്നത് അല്ലാഹനെ പോലെ ഉണ്ട് എന്നല്ല. പിന്നെ അല്ലാഹ് കൊടുത്ത കഴിവ് അതെവിടെ പറഞ്ഞു? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു, ഇൻതദൂഹും എന്നതിൽ കല്ല്, കരട്, കാഞ്ചിര, കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖം, പാമ്പ് വരെയുള്ള 30 ദൈവങ്ങളെ മക്കാ മുശ്രിക്കീങ്ങൾ വിളിച്ചു. അവരെ പറ്റിയല്ലേ അതിൽ പറഞ്ഞത്? ഔലിയാക്കൾ എന്നെവിടെ? മഹാന്മാർ, അമ്പിയാക്കൾ എന്നെവിടെ? കാണിക്ക്. ഏത് തഫ്സീറിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നുണ്ടോ? ഇൻതദൂം എന്നതിൽ ഇവിടെ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, സഹായം തേടുന്ന അമ്പിയാക്കൾ ഇതിൽ പെടും, ഔലിയാക്കൾ പെടും. തഫ്സീറുണ്ടോ? ഉണ്ടെങ്കിൽ അതേ അർത്ഥം വെക്കണം. ഖുർത്തുബിയായിരിക്കും. ചോദിക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ വളരെ ഭംഗിയായി ചോദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒരാളും തന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. എല്ലാവർക്കും ഇരിക്കുവാനുള്ള സദസ്സിൽ കസേര തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നിയമപാലകന്മാർ അനുവദിച്ച സമയത്തിനുള്ളിൽ അനുവദിക്കാവുന്ന രൂപത്തിൽ എല്ലാവർക്കും സമയം അനുവദിക്കും. ഒരാളും തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതില്ല. ഇവിടെ ഇതുവരെ ചോദ്യം ചോദിച്ച സുഹൃത്ത് വളരെ ഭംഗിയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ തൽക്കാലം ഒന്ന് ആ ഭാഗത്തേക്ക് മാറി നിൽക്കുക. ചോദ്യം ചോദിക്കാൻ വന്നിട്ടുള്ള സഹോദരങ്ങൾ കിട്ടിയ കസേരകളിൽ ഇരിക്കുക. ഈ ഒരു പരിപാടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ സഹകരിക്കുക. വളരെ ഭംഗിയായിട്ട് ഈ സുഹൃത്ത് ചോദ്യം ചോദിക്കുന്നു, അതിന് വളരെ മാന്യമായി നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കയറി വന്ന് നമ്മുടെ ഈ സദസ്സിന്റെ മാന്യത അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ചുണർത്തുകയാണ്. ബഹുമാന്യരായ നമ്മുടെ നിയമപാലകന്മാർ നമ്മളോട് ഏറെ സഹകരിക്കുന്നു. അവർ നൽകുന്ന പൂർണ്ണമായ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. അതിനിടയിൽ മാന്യമായിട്ട് ചോദിക്കാൻ എല്ലാവർക്കും അവസരം നൽകുകയാണ്.
ഈ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഫൈസൽ മൗലവി മറുപടി തുടരുന്നു. ഇപ്പൊ 2-3 കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു. വളരെ മാന്യം, ഒരു പ്രശ്നം മാന്യമായി നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ മാന്യമായി അദ്ദേഹം ചോദിച്ചു, മാന്യമായി തന്നെ നമ്മളും പറയുന്നു, എല്ലാവരും ശ്രദ്ധിക്കാം. 2-3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, തഫ്സീർ റാസിയുടെ പേരിൽ അദ്ദേഹം ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന്. നിങ്ങൾക്ക് പറയാം, അവിടെ ഇരിക്കുക, അവസാനം ചോദിക്കാം. തഫ്സീർ റാസിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്, ഇവിടെ മക്കത്തെ മുസ്ലിക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇല്ലാ ശരീകൻ ഹു വലക തംലികുഹു വമാ മലക എന്നാണ് പ്രശ്നം. ഒരു ശരീക്ക് ഒഴികെ, തംലികുഹു നീ അവനെ ഉടമയാക്കുന്നു, വമാ മലക അവൻ ഒന്നും ഉടമയാക്കിയിട്ടില്ല. ആ പങ്കുകാരൻ ഒന്നും ഉടമയാക്കിയിട്ടില്ല. പടച്ച റബ്ബ് കൊടുത്തതേ ആ പങ്കുകാരനുള്ളൂ എന്നർത്ഥം. അള്ളാഹു കൊടുത്തതേ ഉള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞെന്താ, ഇവിടെ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അദ്ദേഹത്തിന് അങ്ങനെ മിൽക്കിയത്തുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നാണ്. മുഹീദ്ദീൻ ശൈഖിന് മിൽക്കിയത്തില്ല എന്നാണ് വിശ്വാസം, അത് ഉണ്ട് എന്നാണോ? കുതുബിയത്തിൽ കാണാം. എന്താ ബസ്റുഫു ആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ശൈഖ്, താങ്കളാണ് ഇതിന്റെ മാലിക്, താങ്കളാണ് ഉടമാവകാശി, താങ്കളാണ് ഉടമക്കാരൻ. അപ്പൊ മിൽക്കിയത്ത് തന്നെയാണ് ആ കുതുബിയത്തിൽ പരാമർശിക്കപ്പെട്ടത് എന്നർത്ഥം. ഇനി രണ്ടാമതൊരു വിഷയം ഞാൻ ആവർത്തിച്ചു പറയുന്നു. സഹോദരൻ സൂചിപ്പിച്ചത് ഈ സംസാരിക്കുന്ന സംസാരം, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കേൾക്കുന്ന കേൾവി, അതൊക്കെ കഴിവാണോ? കഴിവാണ്. ഏത് കഴിവ്? പടച്ച റബ്ബ് തന്ന കഴിവ്. എന്നാൽ മുഅ്ജിസത്ത് കറാമത്തിനെ പറ്റി കഴിവ് എന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല. അതെ, അതാണ് അല്ലാഹു അക്ബർ. അവിടെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. എന്താ പറഞ്ഞത്? കറാമത്ത് മുഅ്ജിസത്തിനെ കുറിച്ച് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമില്ല. കറാമത്ത് മുഅ്ജിസത്തിനെ കുറിച്ച് കഴിവ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. തഫ്സീർ റാസിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇല്ലേ ഇല്ല. അസാധാരണ കഴിവ് അവർക്ക് കൊടുത്തു ഞങ്ങൾ പറഞ്ഞ പ്രയോഗം, അസാധാരണ കഴിവ് അവർക്ക് കൊടുത്തു, അങ്ങനത്തെ പ്രയോഗം റാസിയിലില്ല. ഇനി രണ്ടാമത്, മുഴുവൻ കേട്ടിട്ട് ചോദിച്ചോളി, ഉത്തരം മുഴുവൻ കേൾക്കി. രണ്ടാമത് നിങ്ങൾ പറഞ്ഞെന്താ, സൂറത്ത് ഫാത്തിറിലെ ആയത്ത്, അത് കല്ലുകരട് കാഞ്ഞിരപ്പുത്തി മുതൽ മുള്ളുമുഴുടെ മൂക്കം പാമ്പ് വരെയാണ്, അതിനപ്പുറത്തില്ല, അതിനപ്പുറത്തേക്കില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ബാക്കി എല്ലാവർക്കും പിന്നെ ഈ പറഞ്ഞത് ബാധകല്ല എന്നാണ്. അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു, സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു, എല്ലാം നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അവനാണ് അധികാരം, അവനാണ് റബ്ബ്. മറ്റുള്ളവര് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ കല്ലും കഴും കാഞ്ഞിരെ കുത്തി ഉടമയാക്കുന്നില്ല എന്നാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉടമവകാശം ഉണ്ട് എന്നാണ് വിശ്വാസം. അല്ലാഹു പറഞ്ഞെന്താ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കുരുവിന്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞ വിശ്വാസപ്രകാരം എന്താ? കല്ലിനോ കരടിനോ കാഞ്ഞിരക്കുറ്റിക്കോ അങ്ങനെ ഉടമാവകാശമില്ല, അല്ലാത്തവരുണ്ട് എന്നല്ലേ അപ്പൊ അർത്ഥം? അപ്പൊ നിങ്ങളെ അർത്ഥം പറഞ്ഞത് ഞങ്ങൾ ആരും മിൽക്കിയത്ത് വാദിക്കുന്നില്ല. അപ്പൊ അത് വൈരുദ്ധ്യമായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ വളഞ്ഞു പിടിച്ച് ഇറങ്ങാറാകേണ്ട ഒരാവശ്യമില്ല. വളഞ്ഞു പിടിച്ച് ഇടങ്ങാറായി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഈ ലോകത്ത് അല്ലാഹു പഠിപ്പിച്ചെന്താ? അവനാണ് രാത്രിയെയും പകലിനെയും സംവിധാനിക്കുന്നത്, അവനാണ് സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത്. അതിന്റെ സഞ്ചാര നിശ്ചിതമായ അവധി വരെയാണ്. അതിന് ഉടമാവകാശം ആർക്കാണോ അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക. പിന്നെ അതിന് ഉപോത്ബലമായി നിങ്ങൾ പറഞ്ഞെന്താണ്? ഖുദ്സിയായ ഹദീസാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കിതാബുൽ റിഖാഖിലാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്, ഖുദ്സിയായ ഹദീസ്. അതെന്താ? എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് ഫർളുകളാണ്. അതിനുശേഷം പിന്നെ സുന്നത്തുകളെ കൊണ്ടാണ് അടുക്കുക. ഫർള് കഴിഞ്ഞാൽ ആ സുന്നത്ത് കൊണ്ട് എന്റെ അടിമനിക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാത് ഞാനാകും. ബാക്കി എന്താ? അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഈ ഹദീസ് വിശദീകരിച്ച ആരാ പറഞ്ഞത്? ഒരിക്കൽ അള്ളാഹിന് കഴിവുണ്ടാകുന്നു, സ്വയം അതോ അല്ലാത്ത എന്തെങ്കിലായിക്കോട്ടെ, അതാണോ പഠിപ്പിച്ചത്? അല്ലല്ലോ. നേരെ മറിച്ച് ഈ ഹദീസിന് ഫത്ഹുൽ ബാരിയിൽ 7 വ്യാഖ്യാനങ്ങൾ കാണാം.
നിങ്ങൾ പറഞ്ഞ ഈ ഹദീസിന് ഫതുഹുൽ ബാരി ഇമാം അസ്ഖലാനി 7 വിശദീകരണം കൊടുത്തു. ആ 7 വിശദീകരണത്തിലും നിങ്ങൾ ഈ പറഞ്ഞ വിശദീകരണമില്ല. തഫ്സീർ റാസിയിൽ നിങ്ങൾ പറഞ്ഞു അവർക്ക് അസാധാരണ കഴിവുണ്ടാകും. ആ വാക്കുകൾ വായിക്കും. അസാധാരണ കഴിവുണ്ടാവുന്ന റാസി മാത്രം അത് വായിക്കും. നിങ്ങൾ റാസിന്റെ പേര് ഇല്ലാത്ത പറഞ്ഞിരിക്കുന്നു. തഫ്സീർ റാസിന്റെ പേര് ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വായിക്കും. അസാധാരണ കഴിവുണ്ടാകും എന്ന് നിങ്ങൾ പറഞ്ഞു വായിക്കും. അതാ വായിക്കട്ടെ. അദ്ദേഹം വായിക്കട്ടെ. എടുങ്ങാറാക്കല്ലേ, അദ്ദേഹം വായിക്കട്ടെ. ഒരു മിനിറ്റ് അല്ല, ഞാൻ ഇനി വഴുതല്ല, നിങ്ങൾ അത് വായിക്കും. ഞാൻ നേരത്തെ അത് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു 5 മിനിറ്റ് നീ സംസാരിച്ചാൽ 6 മിനിറ്റ് എനിക്ക് സംസാരിക്കാം. നിങ്ങൾ വായിച്ചത് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു. ആ കിതാബിൽ ഉണ്ടെന്ന് പറഞ്ഞു വായിക്കും. അതാ വായിക്കട്ടെ. അസാധാരണ കഴിവ് കൊടുക്കുന്ന റാസി ഇവിടെ ഇമാമത് വിശദീകരിക്കുകയാണ്. ഒരാള് ത്വാഅത്തിന് മേൽ പതിവായാൽ അഥവാ സുന്നത്ത് കൊണ്ട് വലിയായാൽ ബലഗ ഇലൽ മഖാമില്ലദീ, ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുകയാ. ഏതാ സ്ഥാനം? യഖൂലുല്ല കുന്തു ലഹു സംഅം വ ബസറാ. അല്ലാഹ് പറഞ്ഞല്ലോ ആ ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുകയാ. എന്നിട്ടോ ഫൈദാ സോറ നൂറൻ ജലാലില്ലാഹി സംഅൻ ലഹു സമിഅൽ ഖരീബ വൽ ബഈദാ. കണ്ടോ? ആ അടിമ വലിയായി കഴിഞ്ഞാൽ അടുത്തുള്ളതും ദൂരമുള്ളതും അവൻ കേൾക്കുന്നു. അത് അസാധാരണല്ലേ? അതല്ല ചോദിച്ചത്. അത് അസാധാരണല്ലേ? ദൂരമുള്ളത് കാണുന്നത് സാധാരണമാണോ? ദൂരമുള്ളത് കാണുന്നത് സാധാരണമാണോ? അതന്നെ ചില നിരൂപണത്തിലൂടെ നിങ്ങളെ വാദം നിങ്ങൾ സ്ഥിരപ്പെടുത്തുകയാണ്. ബഈദായത് കാണുമെന്ന് പറഞ്ഞാൽ ഇമാം റാസി ബഈദായത് കാണുമെന്ന് പറഞ്ഞാൽ അത് സാധാരണമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സംഭവം നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. ബഈദായത് ഒരു വലിയ കാണും എന്ന് ഇമാം റാസി പറയാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇൻതദൂഹും എന്ന് പറയുന്നിടത്ത് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അല്ലാഹു സമദിയത്തുടയവനാണ്, എനിക്കും ആ സമദിയത്തുണ്ട്, ഞാൻ ദൈവനാണ്, എനിക്ക് സ്വന്തം ഉടമസ്ഥതയുണ്ട് എന്ന നിലക്ക് മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചു. അവരോട് അല്ലാഹു പറഞ്ഞു പാടില്ല, കേൾക്കൂല. നിങ്ങൾ റാസിന്റെ പേര് പറഞ്ഞ ആ വാചകം എനിക്ക് കിട്ടേണ്ടത് അസാധാരണ കഴിവ് അവന് കൊടുക്കുന്നതാ പറഞ്ഞു. അത് റാസിയിലില്ലാന്നത്. അതോടെ അവൻ കഴിവല്ല. അതാ വ്യത്യാസം. അതാണ് വ്യത്യാസം. ബഴീതന കഴിവിന, ബഴീനർത്ഥം കഴിവിന, അതിന് കഴിവിനർത്ഥം അവിടെയാണ് വ്യത്യാസം. അത് കാണുന്നതല്ല പ്രശ്നം. അതല്ല തർക്കം സുഹൃത്തെ, അവിടെ അല്ല തർക്കം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനാൾക്കാ തർക്കമുള്ളത്. അതല്ല തർക്കം. ഇവിടെ പ്രശ്നം എന്താ? അവർക്ക് അസാധാരണ കഴിവ് കൊടുക്കുന്ന പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞെന്താ? അത് കഴിവല്ല. അതിന്റെ പേര് എന്തോ ആയിക്കോട്ടെ, കഴിവല്ല. അതിന്റെ പേര് കഴിവല്ല. കാരണം കൂക്കിക്കൂടി നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം. നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം. അതിനാവശ്യം. അതന്നെ ആവശ്യം. നിങ്ങൾ തനി സ്വഭാവം കാണിക്കി. നിങ്ങൾ അതിനാണോ വന്നത്? അതിനാണോ വന്നത്? അവിടെ നിങ്ങളെ സ്വഭാവം കാണിച്ചോളി. നിങ്ങൾ കൂക്കിക്കോളി, നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോളി. നിങ്ങൾ അതേ കാണിക്കൂ. ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാ. പക്ഷെ ഇവിടുന്ന് ആ ശൈലി ഉണ്ടാവില്ല. നിങ്ങൾ ഒച്ചപ്പാടും ബഹളും തക്ബീറും ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഏതായിരുന്നാലും ശരി, ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞെന്താ? അവർക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്ന കഴിവുമായി ബന്ധപ്പെട്ട പരാമർശമേ അതിലില്ല. കറാമത്ത് മുഴുജിയത്ത് കൊണ്ട് കാണും സംശയമുള്ളു. അതിന് സംശയമില്ലാന്ന്. ബഈദിന് സംശയമില്ല, ഖരീബിനും സംശയമില്ല. അത് ഞങ്ങൾ എത്രയോ കാലം പഠിച്ചതല്ലേ. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അവർക്ക് കഴിവ് എവിടുന്ന് കിട്ടി? അതാണ് വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്. അത് കഴിവല്ല. അത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പ്രകടിപ്പിക്കുന്ന കറാമത്തുകൾ. അതാണത്. അത് കഴിവല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കറാമത്തിന് കഴിവ് എന്ന് പറയാൻ പറ്റൂല. അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? നിങ്ങൾ കേൾക്കി, നിങ്ങൾ ഇളകല്ലേ കേൾക്കി. അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? അസാധാരണ കഴിവ് കൊടുക്കുമെന്ന് റാസിയിലുണ്ട്. അത് റാസിയിലില്ല. കറാമത്ത് കൊണ്ട് വഴിയിൽ കാണും. കറാമത്ത് വഴിയിൽ കാണും, സംശയമല്ലോ. മുഴിജത്ത് കൊണ്ട് വഴിയിൽ കാണും, സംശയമല്ലോ. ഖരീബ് കാണാൻ കറാമത്ത് വേണോ? ഖരീബ് കാണാൻ മുഴിജത്ത് വേണോ? അത് സംശയമില്ല. മുഴിജത്ത് കറാമത്ത് എന്താണ്? അസാധാരണമായതാ. നിങ്ങൾ കേട്ടോളി, കുറച്ച് കേട്ടോളി, നല്ലതാണ്. കറാമത്ത് മുഴിജത്ത് എന്ന വിഷയം തന്നെ എന്താണ്?
കാര്യകാലങ്ങൾക്ക് അതീതമാണ്, അസാധാരണമാണ്. സാധാരണ കാഴ്ചക്കാരും കറാമത്ത് എന്നറിയോ? നിങ്ങൾ കേൾക്കി, ഇരുന്ന് കേൾക്കി. ഹലോ 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 ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ നിയമപാലകർ നമ്മുടെ സമയം മാന്യമായി ഇരുന്നാൽ നമുക്ക് സമയം അനുവദിക്കും. മാന്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ഉത്തരം തരുന്നുണ്ട്. അതിന് നിയമപാലകർക്ക് നിങ്ങൾ മാന്യമായിരുന്നാൽ നിയമപാലകന്മാർ സഹകരിക്കും. അതല്ലെങ്കിൽ അവർക്ക് വേറെ നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ മാന്യമായിരിക്കുക. നിങ്ങൾ മാന്യമായിരുന്നാൽ നമുക്ക് എത്ര സമയം വരെ അവർ അനുവദിക്കും. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വേറെ നിർവാഹമില്ല. അതവർ പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ എന്തായിരുന്നാലും മുഴുവത്ത് കറാമത്ത് ഇവിടെ പ്രശ്നം ദൂരമുള്ളതും അടുത്തുള്ളതും കാണുന്നതല്ല. അടുത്തുള്ളത് കണ്ടാൽ അതിന് കറാമത്ത് പറയില്ലല്ലോ. അതിനപ്പുറം കാണുമ്പോഴേ കറാമത്ത്. അടുത്തുള്ളത് കണ്ടാൽ മുഴുവത്താവോ? അതിനപ്പുറം കാണുന്നതിലെ മുഴുവത്ത്. അതിൽ തർക്കമില്ലല്ലോ. അകലെയുള്ളത് കാരണങ്ങൾക്ക് അതീതമായ കാഴ്ച അതാണല്ലോ കറാമത്തിലുണ്ടാവുക, അതാണോ മുഴുവത്തിലുണ്ടാകുക. പക്ഷെ അത് അവരുടെ കഴിവാണോ? അവിടെയാണ് വ്യത്യാസം, അവിടെയാണ് ചർച്ച. മറ്റു തീർച്ചയല്ലേ.